വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ ഇത് അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ കുറച്ച് പേർക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടാകും, മിസ് എന്ത് ക്വസ്റ്റ്യൻ ആണ് പഠിക്കേണ്ടത്, എന്താണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസിന്റെ മക്കൊക്കെ ഉണ്ടാകും. അപ്പൊ യെസ്, ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കാം അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിക്കേ, ഈ ഒരു പെൻസിൽ ഉണ്ട്. ആ പെൻസിലിന്റെ ഉള്ളില് കുറച്ച് ഷേപ്പുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഷേപ്പുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പെൻസിലിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഷേപ്സ്. ആ ചതുരമുണ്ട്, ഒരു വൃത്തമുണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട് അല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ പാറ്റേൺ പോലെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ബാക്കി നമ്മളോട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ചതുരമാണ്. പിന്നെ അടുത്ത നമുക്ക് തന്നത് ഒരു വൃത്തം. പിന്നെയോ വീണ്ടും നമുക്ക് ചതുരം. അത് കഴിഞ്ഞാലോ ഒരു വൃത്തം തന്നെ, വീണ്ടും ചതുരം. അപ്പൊ അടുത്ത് നമുക്ക് ഏതാ പോകേണ്ടത്, അടുത്തത് ഒരു വൃത്തമാണ് നമുക്ക് വരച്ചു വെക്കേണ്ടത്. പിന്നെയോ വീണ്ടും ഒരു ചതുരം വരച്ചു വെക്കുക, വൃത്തം വരയ്ക്കുക, ചതുരം വരയ്ക്കുക. കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മളൊരു റെക്ടാങ്കിൾ വരയ്ക്കും. പിന്നെ എന്ത് വരുവടാ, പിന്നെ ഒരു സർക്കിൾ വരയ്ക്കും, വീണ്ടും ഒരു റെക്ടാങ്കിൾ, വീണ്ടും ഒരു സർക്കിൾ, റെക്ടാങ്കിൾ, സർക്കിൾ, റെക്ടാങ്കിൾ, സർക്കിൾ, റെക്ടാങ്കിൾ. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇതെല്ലാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മുടെ ഈ ഒരു ചോദ്യം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ നമ്മുടെ ചോദ്യം, എത്ര റെക്ടാങ്കിൾസ് ഇതിലുണ്ട്, അഥവാ എത്ര ചതുരങ്ങളാണ് ഇതിലുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ മതി, എണ്ണി നോക്കുക അല്ലെ. 1 2 3 4 5 5 ചതുരങ്ങൾ അഥവാ 5 റെക്ടാങ്കിൾസ് ആണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇതുള്ളത്. ഇതുപോലെ നമ്മളോട് എന്തും ചോദിക്കാം, എത്ര സർക്കിൾസ് ആണ് ഇതിന്റെ ഉള്ളിൽ വരച്ചു വെച്ചിട്ടുള്ളത്, ആ ഒരു പെൻസിലിന്റെ ഉള്ളിൽ എത്ര സർക്കിൾസ് ഉണ്ട് എന്നുള്ള കാര്യവും നമ്മളോട് ചോദിക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സർക്കിൾസ് എണ്ണി കൊടുക്കാം. 1 2 3 4 സർക്കിൾസ് ആണല്ലേ. സർക്കിൾസ് എത്രയാണ്, 4 എണ്ണമാണ്. 4 സർക്കിൾസുമാണ് നമ്മുടെ അടുത്തുള്ളത്. സെറ്റ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്, ചേർത്ത് വരയ്ക്കാനാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഇവിടെയുള്ള എണ്ണവും ഇവിടെയുള്ള എണ്ണത്തിലും ഏതാണ് സെയിം, അതിനെ നമുക്ക് യോജിപ്പിച്ച് വരയ്ക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, അടിപൊളിയായിട്ട് നമുക്ക് നോക്കാം. 1 2 3 ഇവിടെ 3 എന്ന് എഴുതി വെക്കുക സൈഡിൽ. അടുത്തതോ 1 2 3 4 5 5 എന്ന് എഴുതി വെക്കുക. ഇവിടെ ഒരാളാണ്, സോ 1 എന്ന് എഴുതി വെക്കുക. ഇവിടെ 1 2 3 4 4 പേര് ആകുമ്പോൾ 4 എഴുതി വെക്കുക. ഇവിടെ 2 പേരാണ്, സോ 2 എഴുതി വെക്കുക. അതുപോലെ റൈറ്റ് സൈഡിൽ ഈ ഒരു ബോളുകളിലെ എത്ര ബോളുകളാണ് ഉള്ളത് എന്നും കൂടെ എണ്ണി നമുക്ക് എഴുതി വെക്കാം. 1 2 3 4 5 ഇവിടെ 5, ഇവിടെ 1 2 3 4 4, 1 2, ഇവിടെയോ 1 2 3, ഇവിടെ 1. ഇനി ഇതിനൊക്കെ എന്ത് ചെയ്താൽ മതി, നേരെ യോജിപ്പിച്ച് കൊടുത്താൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് യോജിപ്പിച്ച് നോക്കിയാലോ. ഈ 3നെ ഇവിടെയുള്ള 3ലേക്ക് നമ്മൾ യോജിപ്പിച്ചു കൊടുത്തു. ഈ 5നെ ഇങ്ങോട്ടേക്കുള്ള 5നെ യോജിപ്പിച്ചു കൊടുത്തു. അടുത്തതോ ഈ 1നെ ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കുക, ഈ 4നെ ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കുക, 2നെ ഇങ്ങോട്ടേക്കും യോജിപ്പിക്കുക. ഇത്രേ ചെയ്യാനുള്ളൂ. ഈസി ആക്ടിവിറ്റി ആണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കുക എല്ലാ മക്കളും. യെസ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നാളത്തെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.